ഇന്ന് നമ്മുടെ ജംഗ്ഷനിൽ ഒരു മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുക. എല്ലായിടത്തും ആളുകൾ ആവശ്യപ്പെട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഓരോ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വേണം എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യമാണ്. സ്വാഭാവികമായും ഇവിടുത്തെ നാട്ടുകാരും പൊതുജനാധിപത്യ പ്രസ്ഥാനവും ഇവിടുത്തെ തൊഴിലാളികളെല്ലാം ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ജംഗ്ഷനിലേക്ക് ഒരു മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത്. സ്വാഭാവികമായിട്ടും ആ ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഉയരക്കൂടുതലും മറ്റു പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതായിട്ട് വരും. നമ്മൾ അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ ടച്ച് ചെയ്യാത്ത സ്ഥലത്ത് വേണം ഇത് സ്ഥാപിക്കാൻ. ഫുട്പാത്തിന്റെ പുറത്ത് സ്ഥാപിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്ത് അവിടെ മാത്രമേ ഇത് വെക്കാൻ വേണ്ടി കഴിയൂ. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം ഇവിടെ സെലക്ട് ചെയ്തു, നമ്മൾ അവിടെ സ്ഥാപിച്ചു. ആ വെളിച്ചം എല്ലാവർക്കും പ്രയോജനപ്പെടുകയാണ്. ആശുപത്രിയുടെ മുമ്പിലായതുകൊണ്ട് അത് ആശുപത്രിയെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തു എന്ന് ചില ആളുകൾ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷീരമുള്ളവർ അകിലിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് എഴുതിയത് നമ്മൾ പലപ്പോഴായി വായിച്ചിട്ടുണ്ട്. ഈ ബോർഡ് കണ്ടപ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലായത്. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെല്ലാം അപഹസിക്കാനും ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ നടത്താനും വലിയ ബിരുദം നേടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ആളുകളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം. പണ്ട് നമ്മുടെ ബോർഡ് എടുത്തത് CCTV-യിൽ പതിഞ്ഞ ആളൊക്കെ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പലരും ചിരിക്കുന്നുണ്ട്. അപ്പോ അതെ, പോസ്റ്റർ കയറിയ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ അവരോട് വേറൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പ്രസംഗവുമല്ല. നമ്മളെ സംബന്ധിച്ച് ഈ നാടിന്റെ വികസനത്തിനാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. ആ ബോർഡിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ നൽകുന്നില്ല, തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നില്ല, ആശാപ്രവർത്തകർക്ക് സഹായം നൽകുന്നില്ല, പബ്ലിക് പണം മുതലാളിമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഞാൻ ആ സുഹൃത്തുക്കളോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഏതെങ്കിലും ഒരു അമ്മയോട് പോയി ചോദിക്കണം, പെൻഷൻ കിട്ടിയോ? ആ അമ്മ സന്തോഷത്തോടുകൂടി പറയും, പെൻഷൻ കിട്ടി മക്കളെ പറയും. എല്ലാ കുടിശ്ശികകളും തീർത്ത് 1600 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പണ്ട് കാലത്ത് 100 രൂപ കൂട്ടിയ ചരിത്രം മാത്രമല്ലോ നിങ്ങൾക്കുള്ളത്. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് 100 രൂപയായിരുന്ന പെൻഷൻ ഒറ്റയടിക്ക് നമ്മൾ 500 രൂപ കൂട്ടി. പിന്നീട് കോൺഗ്രസിന്റെ UDF ഗവൺമെന്റ് വന്നപ്പോ ആ 500ന്റെ സ്ഥാനത്ത് ഒരു 100 രൂപ കൂടെ കൂട്ടി, 600 ആക്കി. എന്നിട്ട് ഈ 600 രൂപ ക്ഷേമ പെൻഷൻ 26 മാസത്തെ കുടിശ്ശിക അന്നത്തെ ഗവൺമെന്റ്, ആന്റണി ഗവൺമെന്റ് വരുത്തി വെച്ചതാണ്. പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള VS അച്യുതാനന്ദൻ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മുഴുവൻ കുടിശ്ശികയും കൊടുത്തിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ അജണ്ട. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നപ്പോ ഈ 600 രൂപ പെൻഷൻ 1 രൂപ കൂടി വർദ്ധിപ്പിച്ചെന്ന് മാത്രമല്ല 18 മാസം കുടിശ്ശിക വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒന്നാം പിണറായി ഗവൺമെന്റ് വരുമ്പോ ആ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ആദ്യമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഫസ്റ്റ് തീരുമാനം. നിങ്ങൾക്ക് ഓർമ്മയില്ല? അന്ന് ഇത്രയും പൈസ ഒരുമിച്ച് നമ്മൾ അമ്മമാരുടെ കൈ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്ന് ആ ഗവൺമെന്റ് തന്നെ ഒറ്റയടിക്ക് ഈ 600 രൂപയുടെ കൂടെ 1000 രൂപയും കൂടി ചേർത്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കൊച്ചു കേരളം മാറി. അത് മുടങ്ങാതെ കൊടുത്തു. അങ്ങനെ മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് ചെറിയ അസ്വസ്ഥത വന്നു. അല്ലേ, നിങ്ങൾ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട, നിങ്ങൾ അങ്ങനെ കിറ്റ് കൊടുക്കണ്ട, അങ്ങനെ നിങ്ങൾ നാട്ടുകാരെ സ്വാധീനിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചില നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചു. എന്താ, ഓൺലൈനായി പെൻഷൻ കൊടുക്കണം. അവരൊരു സംവിധാനം കൊണ്ടുപോകും. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഈ 85 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 200 രൂപ. അങ്ങനെ ചില മാനദണ്ഡങ്ങളുടെ പേരിൽ ഒരു 6 ലക്ഷം ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നാമമാത്രമായ സഹായം അവിടെ നിന്ന് തരുന്നുണ്ട്. ഈ പണം തരാതിരിക്കുന്ന സാഹചര്യം വന്നു. കേരള ഗവൺമെന്റ് പാവപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ആ പെൻഷൻ കമ്പനി ചെയ്യുന്നത് എന്താ, സഹകരണ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ഓരോ മാസവും പണം സ്വരൂപിക്കും. കാരണം നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് പണ്ട് UDF ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് പോലെ 30
50 ലക്ഷം പേർക്കല്ല. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് 64 ലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകൾക്ക് ഒരു മാസം ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ 900 കോടി രൂപ വേണം. ഈ 900 കോടി രൂപ നമുക്ക് സംഘടിപ്പിക്കണമെങ്കിൽ കടമെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഈ പെൻഷൻ കമ്പനി രൂപീകരിച്ച് പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റുമൊക്കെ പണം സ്വീകരിച്ച് ആ പണമാണ് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവർ ചെയ്ത പണി എന്താ? കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്ത പണി എന്താ? ഇങ്ങനെ കടമെടുത്ത പരിധിയെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് ബാധ്യതയാക്കി മാറ്റി. എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ GDP-യുടെ 3% വരെ കടമെടുക്കാം. ഈ 3%ത്തിലേക്ക് നേരത്തെ പറഞ്ഞ 900 കോടി രൂപ നമ്മൾ എടുത്തില്ലേ, ആ പണത്തെ അതിലേക്ക് മാറ്റി. അപ്പൊ എന്ത് പറ്റി? സംസ്ഥാനത്തിന്റെ മറ്റാവശ്യങ്ങൾക്ക് കടമെടുക്കാൻ കഴിയാത്ത സ്ഥിതി അവരുണ്ടാക്കി. ഇതാണ് ഈ ബോർഡ് വെച്ചവരുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ 1600 രൂപ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമ്പോ ആ അമ്മ ആ അപ്പൻ മെഡിക്കൽ സ്റ്റോറിലെ പൈസ കൊടുക്കാനോ മക്കളെ കാണാനോ ഓട്ടോ പിടിച്ചു പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ഈ 1600 രൂപയാണ് ചെലവഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പെൻഷൻ ഒരു മാസം മുടങ്ങിയാൽ ആ പെൻഷൻ വാങ്ങുന്ന ആളിന് പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. 3 മാസം പെൻഷൻ മുടങ്ങിയപ്പോ ഞങ്ങളെയൊക്കെ കണ്ടപ്പോ പല അമ്മമാരും ചോദിച്ചു, എന്റെ മക്കളെ പെൻഷൻ തരാത്തത്, അത് കഷ്ടമായി പോയി എന്ന് ഞങ്ങളെയൊക്കെ മുഖത്തൂക്കി പറഞ്ഞു. ഞങ്ങളുടേതായിട്ടുള്ള വേദികളിൽ, നിയമസഭയിൽ, പാർട്ടി കമ്മിറ്റികളിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. എന്ത് പ്രയാസം വന്നാലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ ഗവൺമെന്റ് ഇടപെടണം എന്ന് കൃത്യമായി നമ്മുടെ പാർട്ടി അടക്കം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മുടക്കമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലേ? മുടങ്ങി, അത് സത്യം തന്നെയാണ്. പക്ഷെ ആ മുടങ്ങിയ പെൻഷൻ കുടിശ്ശിക തീർത്ത് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 1600 രൂപ വീതം ഈ പാവപ്പെട്ട 64 ലക്ഷം ആളുകൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആശാ സമരത്തിന്റെ കാര്യം പറയുന്നു. ഇന്ത്യയിൽ തന്നെ ആശാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 13,000 രൂപ സാലറി കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അല്ലേ? ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ആ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാതെ, ഓണറേറിയം വർദ്ധിപ്പിക്കാതെ ആ തൊഴിലാളികളെ പീഡിപ്പിക്കുമ്പോ, ആ തൊഴിലാളികളെ വഞ്ചിക്കുമ്പോ കേരള സംസ്ഥാന ഗവൺമെന്റ് ആ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആശമാർക്കൊപ്പമാ. പക്ഷെ ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമാക്കി സെക്രട്ടറിയുടെ മുമ്പിൽ SUCIയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. സ്വാഭാവികമായും ആ സമരം ഇപ്പോൾ ഒറ്റപ്പെട്ടു. കാരണം അവർക്ക് നന്നായി മനസ്സിലായി ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്രമാണ് ആ ആശാമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത്. ആ ബോധ്യത്തിലേക്ക് ജനങ്ങളാകെ എത്തിച്ചേർന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു പല കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അതിലൊന്നും എണ്ണി മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഈ സംസ്ഥാനത്തിലെ പാവപ്പെട്ടവരുടെ, സാധാരണപ്പെട്ടവരുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് നന്നായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പവർ കട്ടില്ലാത്ത ഏറെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്ന വീട് വെക്കാൻ, ഞാൻ ചോദിക്കട്ടെ, വീട് വെക്കാത്ത കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4.25 ലക്ഷം പേർക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതി പ്രകാരം, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ആകെ കൊടുക്കുന്നത് വീട് വെക്കാൻ നഗരപ്രദേശങ്ങളിൽ 1.5 ലക്ഷം രൂപ, ഗ്രാമപ്രദേശങ്ങളിൽ 72,000 രൂപ. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ വീട് വെക്കും. ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളം മാത്രമാണ് ഇങ്ങനെ ഈ നാമമാത്രമായ തുക കൊടുത്താൽ വീട് വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് പദ്ധതി പ്രകാരം ഈ 72,000 രൂപയോടൊപ്പം നഗരപ്രദേശങ്ങളിൽ ലഭിക്കുന്ന 1.5 ലക്ഷം രൂപയോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് അത് 4.25 ലക്ഷം രൂപയാക്കി കൊടുത്തു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 72,000 രൂപ നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണോ കൂടുതൽ പണം മുടക്കുന്നത്? 2.25 ലക്ഷം രൂപ കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണോ കൂടുതൽ പണം മുടക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൽ ഗുജറാത്തിൽ പോലും വിജയിക്കാത്ത ആ പദ്ധതി വിജയിച്ചത് കേരളത്തിലാണ്. 4.25 ലക്ഷം വീട് ഇവിടെ വെച്ചു. കാരണം എന്താ? സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ പണം കൊടുത്തതുകൊണ്ട്. 4.25 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കൊച്ചു കേരളമാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇത്രയും വീട് വന്നത്. ഞാൻ വിചാരിക്കുന്നത് 2025 അവസാനത്തോടു കൂടി ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും കേരള രാജ്യത്തിൽ, കേരള സംസ്ഥാനത്തിൽ വീടാവും. ഇനി ഭൂമി ഇല്ലാത്തവരുടെ കാര്യമേ പ്രയാസമുള്ളൂ. അത് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. തിരുവനന്തപുരം നഗരസഭ തന്നെ ഏതാണ്ട് 19,000 വീടുകൾ കൊടുത്തു. ഭൂമിയില്ലാത്ത ഏതാണ്ട് 2,000-ഓളം ആളുകൾക്ക് പട്ടികജാതി വിഭാഗത്തിൽ 6 ലക്ഷം രൂപ കൊടുത്തവർ ഭൂമി വാങ്ങി. ജനറൽ വിഭാഗത്തിൽ 350-ഓളം ആളുകൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തവർ ഭൂമി വാങ്ങി. ഇനി വീട് വയ്ക്കാനുള്ള പണങ്ങൾ കൊടുക്കും. അപ്പൊ ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. ഈ സംസ്ഥാന ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഴ്ന്നു പോയിട്ടും സംസ്ഥാനത്തെ ഒരു വികസന പരിപാടികളും മുടങ്ങിയിട്ടില്ല. നിങ്ങൾ നോക്കിയ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായില്ലേ? നാഷണൽ ഹൈവേ ചില സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേ ഒലിച്ചുപോയി. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേയും പവർ ഗ്രിഡും ഗെയിൽ പൈപ്പ് ലൈനും എത്രയോ വികസന പരിപാടികൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് വഴി ഒരു 2030-35 ആകുമ്പോഴേക്കും കേരളം വലിയ മലേഷ്യയെ പോലെയോ സിംഗപ്പൂരിനെ പോലെയോ ദുബായിയെ പോലെയോ ഒക്കെയുള്ള ഒരു സ്റ്റേറ്റായി മാറും. അങ്ങനെയുള്ള വൻകിട വികസന പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. അതുകൊണ്ട് ബോർഡ് വെച്ച ആളുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കൈവച്ചാൽ മതി എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ലൈറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. പബ്ലിക് മണി ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ കോമ്പൗണ്ടിനകത്തല്ല നമ്മൾ കൊണ്ടുവച്ചത്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ക്ഷേത്രങ്ങളുടെ അകത്ത് ഹൈമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, എത്രയോ പള്ളികളുടെ അകത്ത് ഹൈമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ശ്രീ കെ മുരളീധരൻ അങ്ങനെ വെച്ച ഹൈമാസ് ലൈറ്റുകളും മറ്റൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെ. അത് പബ്ലിക് മണിയുടെ ദുർവിനിയോഗമായിട്ട് തന്നെ പറയാൻ വേണ്ടി കഴിയും. എത്രയോ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? പബ്ലിക്കിന് അതൊരു ആശുപത്രിയിൽ വരുന്ന ആളുകൾക്ക് ഈ വെളിച്ചം ഉപകാരപ്പെടില്ല. സ്വാഭാവികമായി ഈ പ്രദേശത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആതുര സേവന കേന്ദ്രമാണ് ഈ ഹോസ്പിറ്റൽ. ഇവിടെ വരുന്നവർക്ക് വെളിച്ചം കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയി ചികിത്സിച്ചാൽ അല്ലെ? ഈ നിലയിൽ ദുഷ്പ്രചരണം നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. പബ്ലിക് മണി ആരാണ് ദുർവിനിയോഗം ചെയ്തത് എന്ന് പഴയകാല അനുഭവം വെച്ച് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. പാലങ്ങൾ തകർന്നു വീണതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അതൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എണ്ണം പറഞ്ഞ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് പ്രിയമുള്ളവരെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് 2ാം ടൈം എന്നുള്ളത് കൂടി നിങ്ങൾ കാണണം.